Hey guys, welcome back to my new vlog. ഇന്ന് 9 മണിക്ക് എണീറ്റുണ്ട്. 9 മണിക്ക് എണീറ്റോ ഇന്നലെ തൊണ്ട ഭയങ്കര വേദനയുണ്ടായിരുന്നു. രാത്രി എണീറ്റോ ഇപ്പം അധികം തൊണ്ട വേദനയില്ല. ഇന്നലെ രാത്രി കടന്നുറങ്ങുകൊണ്ട് മേലെന്തോ പുറത്തേക്ക് വീണിട്ടോ. ഞാൻ നോക്കുമ്പോൾ അതെന്താ സാധനം ഞാൻ നിൽക്കി പുറത്തിനൊരു കടി. ഞാൻ അപ്പം തന്നെ എന്ത് കുരു വന്ന് ഞാൻ അപ്പം തന്നെ പൊട്ടിച്ചത്. ഇവിടെ തുടച്ചിട്ടോ നടക്കുന്ന അമ്മ ഇവിടെ ചവിട്ടാൻ പറ്റുമോ? ഇവിടെ ചവിട്ടിക്കൂടെ? ഇവിടെ ചവിട്ടാൻ പറ്റുമോ? ചവിട്ടാൻ പറ്റുമോ? ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റില്ല തോന്നുന്നു. ഞാൻ എണീറ്റോ 9 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട്. അമ്മ ഫുള്ള് റോങ്ങില്ല. ഇന്ന് രാവിലെ എന്നെ ഒരിക്കാരെ വിളിച്ച് അമ്മ പറഞ്ഞ് എന്നെ കിട്ടാൻ വിളിച്ചല്ലേ, അപ്പോൾ എന്നെ എടുത്തോണ്ടാ ചോദിച്ചു. അതിന് എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഞാൻ രാവിലെ എൻ്റെ ഉറക്കം വരെ പോയി. ഇനി ഇവിടെ ചവിട്ടാൻ പറ്റും. കാട്ടാണെങ്കിൽ അത്ര ചളിയും ചളിയാവോ. തുടച്ചെടുക്കാം കേട്ടോ അവിടെയൊക്കെ. അമ്പോ മധുരതാ ഒരു 2-3 എടുക്കാം. ഇന്ന് വേറെ റൂമിൽ ഇരുന്ന് നമുക്ക് ഫുഡ് അകത്ത് റൂമില്ല. ഇനി പുറത്ത് റൂമൊക്കെ വന്നിക്കണ്. മുഖം തുടച്ചിട്ടില്ല, തുടയ്ക്കാൻ തോന്നില്ല. ഒരു ചുമേൻ്റെ കുറച്ച് മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്കിന്ന് കുളിക്കണമെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കുളിക്കണമെന്നുണ്ട്. അമ്മ കുറച്ച് കഴിഞ്ഞ് ടൗണിൽ പോവും. അപ്പം എന്തെങ്കിലും മേടിക്കാം. അമ്മ കുറച്ച് കഴിഞ്ഞാൽ ടൗണിൽ പോകുന്നുണ്ട്. എനിക്കിനി കുറച്ച് കഴിഞ്ഞ് കുളിക്കണമെന്നുണ്ട്. ചൂടുവെള്ളത്തിലല്ല പച്ചവെള്ളത്തിൽ കുളിക്കണമെന്നുണ്ട്. ഭയങ്കര തണുപ്പാണ്. പച്ചവെള്ളത്തിൽ കുളിക്കണ കാല് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പ്. ഞാൻ തിന്നട്ടെ. അമ്മ ഇപ്പോൾ അലക്കാൻ പോയിക്കുന്നത് രാവിലത്തെ ഫുള്ള് റോങ്. എന്നിട്ട് ഇപ്പോൾ അലക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ തുടച്ച് കഴിഞ്ഞിട്ട് നേരെ അലക്കാൻ പോയിട്ടുണ്ട്. തോട് തൊട്ട് ഫ്രണ്ട് അല്ലേ, ഫ്രണ്ട് തന്നെയാണ് തോട്. തൊട്ട് ഫ്രണ്ട് തന്നെയാണ് തോട്. അലക്കാൻ തോട്ടേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. എൻ്റെ പുതപ്പെടുത്തോ ഇല്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു പപ്പുള്ളൂ. ആ പപ്പ് എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും പപ്പ് കൊണ്ട് ഉറങ്ങേണ്ടി വരും. അമ്മ ചുമേൻ്റെ മരുന്നടെ, ചുമേൻ്റെ മരുന്ന്, ചുമേൻ്റെ ആ എവിടെയാ? അലമാരയില? അച്ഛാ ചിത്രം കണ്ടിട്ടല്ലേ? ആ ചിത്രം കണ്ടിട്ടല്ല, അത് ശരിക്കും വായിച്ചു നോക്ക്. പിന്നെന്താ ചുമേൻ്റെ അടയാളെന്ന് തന്നെ ഞാൻ നേരത്തെ എടുത്തേ. ഞാൻ കാപ്പി എടുത്തത് തോന്നുന്നു. ഇതിപ്പോ എന്തിനു വെച്ചു കൊടുക്കും? ഒറ്റ കൈ കൊണ്ട് തുറക്കാൻ പറ്റില്ലേ? ഇതാണോ ചുമേൻ്റെ ആയിരുന്നാ? ഇത് നല്ല കയ്പുണ്ടാവുന്നത്. നല്ല കയ്പുണ്ടാവോ? എൻ്റെ കളർ കണ്ടപ്പോൾ ഞാൻ നല്ല മധുരം ഉണ്ടാവുന്നു. എന്ത് കയ്പാ. ആ മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ കുളിക്കാൻ പോകട്ടോ. അമ്മ ആരും പറഞ്ഞിട്ടും കൂടി ഇല്ല അത്ര കയ്പുള്ള മരുന്നാണെന്ന്. അപ്പം അമ്മ എങ്ങോട്ടാ പോന്ന്? എങ്ങോട്ടാ പോണ്? എന്തിനാ? ലോണിന്റെ കാര്യത്തിന് കുടുംബശ്രീന്റെ നമുക്ക്
അഡ്ജസ്റ്റ് ചെയ്യാം. എടുക്കാൻ 2 കൈ വേണം. ഞാൻ മൊബൈലൊന്നും അവിടെ കുത്തിയിട്ടെ, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാനാണ്. എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിച്ച് മുടിയൊക്കെ നോക്ക്, സൈഡ് മൊത്തം വിരിച്ച് കിടക്കാം. അപ്പോഴോടൊക്കെ മുടി വളർത്തുന്നുണ്ട്. ഫ്രണ്ട് ഇവിടെ അയക്കണ്, മൂക്കിൻ്റെ ഇവിടെ വരെ. ഈ സൈഡ് ഇവിടുന്ന് ചെവി ഇങ്ങനെ ഒരു പകുതി മൂടും. മറ്റേ ഒരു വാക്സ് ഉണ്ട്, അത് തേച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ ഒരു നൈസായി എടുക്കും. നല്ല ക്വാളിറ്റി ഉണ്ടാവും മുടിക്ക്. ഈ വാക്സ് ഇത് മറ്റെന്താ കട്ടികളല്ലേ, കട്ടിയില്ലാത്തൊരു വെള്ളം പോലത്തെ വെച്ചാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം. ഇങ്ങനെ എടുക്കുക, കുറച്ചെടുക്കുക, എന്നിട്ട് കയ്യിലാക്കിയിട്ട് തല മൊത്തം തേക്കുക. ഓക്കെ, ഇനി നേരെ മീന് തീറ്റോട്ട് കൊടുക്കണം, കോഴിക്ക് തീറ്റോട്ട് കൊടുക്കണം. മീന് തീറ്റോട്ട് കൊടുക്കാൻ കാർമേഘ മൂടി കിടക്കുന്നുണ്ട്. അമ്മയെ ഒടിച്ചാറിൻ്റെ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ അലക്കി വെച്ചിരുന്നു. ആ തുണി അതിനി ഉണക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഴയും ഈ തുണിയൊക്കെ ഇനി എടുത്ത് വെക്കണോ അതും എടുത്ത് വെക്കണോ, അതോ അമ്മ കേട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതാക്കണം എന്താ അറിയില്ല. ഇത്രയും നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് എന്താ അറിയില്ല കാർമേഘ മൂടി കിടക്കുന്നുണ്ട്. മീനൊക്കെ തീറ്റിട്ട് കൊടുക്കണം. അതിൻ്റെ മേലെ കുറേ തുണി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കാണാം. മീൻ തീറ്റിട്ട് കൊടുക്കണമെങ്കിൽ അപ്പുറത്ത് ഇന്നലെ ഇട്ട് കൊടുത്ത മീനിൻ്റെ പീസ് ഉണ്ട് അപ്പുറത്ത്, അതിനൊരു പീസ് ഇട്ട് കൊടുക്കണം. ഓസ്കാർ മാത്രം മീൻ തിന്നുള്ളൂ തോന്നുന്നത്, മീനിൻ്റെ പീസ്. ബക്കറ്റിലുള്ള അമ്മ ഉണക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇനി എടുത്തേക്കണം. ഇതൊക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ട് എന്തൊരു ഉറുമ്പോ, തുണിക്ക് ഇനി എടുത്തേക്കണേ. നല്ല കുടയാണ്. അവിടെ നിന്ന് തുടങ്ങാം, അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ആവും. ഫസ്റ്റ് ഇത് മുമ്പാ തുണി എടുത്ത് വെച്ച് അപ്പം തന്നെ ഉണ്ട് മറ്റേ കാർമേഘ മൂടിയ ഭാഗത്തുനിന്ന് വെയിലിങ്ങനെ കുത്തി വരുന്നത്. ഇതിപ്പോൾ എപ്പം മഴ എപ്പോൾ വെയിൽ വരുന്ന അറിയില്ല. ഈ ഭാഗത്ത് തുണി 2-3 എടുത്ത് വെച്ചിട്ടില്ല. ബാക്കി ഇവിടെ മുറ്റത്തുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓസ്കാർ കുറച്ച് മീനിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം. അപ്പുറത്താകുമ്പോൾ ഞാൻ കാണിക്കണില്ല, ഒരു പീസാക്കി വെച്ചിരിക്കണേ. ഇന്ന് ഒരു വൈകുന്നേരം വരെ ഇതിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ ആ കോഴിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത മീൻ എടുക്കുക. എന്നിട്ട് അടുത്ത മീൻ എടുത്തിട്ട് നാളെ ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കുപ്പിക്കണി കുറച്ച് ചോറുമായിട്ട് ഇട്ടിട്ട് ആ ഭാഗത്ത് കൊണ്ടുപോയേക്കാം. അപ്പോൾ പിറ്റേ ദിവസത്തിന് മീനാവുമല്ലോ. ജിമ്മി പ്രശ്നം രാവിലെ ഇവിടെ വെച്ചു കൊടുത്ത കോൾഗേറ്റ് കേട്ടോ, ഒരു പല്ലേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് രാവിലെ കൊണ്ടുവന്നാ. ഇതായിട്ട് ആരും പല്ല് തേച്ചില്ല. അപ്പോൾ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച കോൾഗേറ്റ്, അതിനായിട്ട് ആരും പല്ല് തേച്ചിട്ടില്ല. ഇപ്പം സമയം ഒരു 12:30 ഉണ്ട് കേട്ടോ. കോഴിക്ക് രാവിലെ ഒരു 9-10 മണിക്ക് ഇട്ട് കൊടുത്ത ഗോതമ്പുണ്ട്. ഇപ്പോഴും അവിടെ തന്നെ നടക്കണേ കോഴി. അതാരാ കോഴി എന്നിട്ട് ആ തീറ്റ തന്നിട്ടില്ല. ഇതാരാ അതാരാ ഇതാരാ ഇതോടെ കടന്നു. ജിമ്മി ചത്തോ? ജിമ്മി എനിക്ക് ജിമ്മി ടാർപ്പതിൻ്റെ മേലെ കടന്നിട്ട് കടന്ന് ഊറുള്ള അവൻ. കിളീൻ്റെ ഒച്ചയൊക്കെ കേൾക്കണ്ടല്ലോ, ഇപ്പോൾ 12 ആയ സ്ഥിതിക്ക് കുറച്ച് TV കണ്ടിട്ട് ഒരു 1 മണിക്ക് ചോറ് കഴിക്കാം നമുക്ക്. ചമ്മന്തിയോ ചമ്മന്തിയൊക്കെ എന്നൊക്കെ ഞാൻ 2 കടി നട്ടെ, 2 ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല. 2 അല്ലേ 3 അതിനിടയിലൂടെ നടത്തം തുടങ്ങി. സ്വതന്ത്രമായി നിലനിന്ന ഒരു ദ്വീപ്, മരുഭൂമിയിൽ നിന്നുള്ള കല്ലും പുഴമണ്ണും തീരത്തു നിന്ന്. അതിന് കുറച്ച് പറിച്ചിട്ടുണ്ട്. നെല്ലിക്കൊണ്ട് ചമ്മന്തി അടിച്ച രസം ഉണ്ടാവും. രസം വെച്ച നെല്ലിക്ക കൊണ്ട് ചമ്മന്തി അടിച്ചാ, നെല്ലിക്കൊണ്ട് ചമ്മന്തി അടിച്ച രസം ഉണ്ടാവും. വേറെ എന്തെങ്കിലും നോക്കണോ? നെല്ലിക്കൊണ്ട് ചമ്മന്തി അടിച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ചമ്മന്തി. വരെയായിട്ട് പറയാം, നല്ല രസമുണ്ട്. അച്ഛാ നോക്കി ചമ്മന്തി അടിക്കാൻ പറഞ്ഞിട്ട് കടന്നുറങ്ങിക്ക്. തുടങ്ങാൻ പറ്റാതെ ആ സിനിമ ഒരു വിസ്മൃതിയില്ല. അതാണ്
ഇനി ഇവിടെ 2-3 പാത്രം കേൾക്കാണ്ട്, ചമ്മന്തിൻ്റെ ഒക്കെ കേൾക്കാണ്ട്, നേരത്തെ കഴിച്ചതിൻ്റെ കൈ കേൾക്കാണ്ട്, പിന്നെ കപ്പ കൈ കേൾക്കാണ്ട്. ഇതൊക്കെ കൈ വെച്ചിട്ട് പുറത്ത് മഴ ചെയ്യണ്ടെന്ന് അറിയില്ല. ഇല്ല കുഴപ്പമില്ലാത്ത ഒരു ഇതൊക്കെ കൈ വെച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങണമെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിപ്പോൾ ആദ്യം പാത്രമൊക്കെ ഒന്ന് കൈ വെക്കട്ടെ. ഇപ്പം അമ്മേനെ ഞാൻ വിളിച്ചു നോക്കിട്ടോ. അമ്മ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ എത്തിക്കണം. പാലയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്, അടുത്ത് എത്തിക്കണം. അച്ഛാ പ്ലേറ്റ് അവിടെ വെച്ചോ. അമ്മ അവിടെ എത്തിക്കണം, അമ്മ എടുത്ത് വെച്ചോളൂ അത്. ട്ടാ ഞാൻ ഉറങ്ങാൻ പോട്ടാ. പ്ലേറ്റ് അവിടെ വെച്ചാ. ഇന്നലത്തെ പോലെ ഞാൻ ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രാത്രിയോ എപ്പോഴും എണീക്കാന്ന് അറിയില്ല. നേരത്തെ ഇന്നലെ ഒരു 6 മണി 7 മണിക്കാണ് ആയപ്പോൾ ഞാൻ എണീറ്റ്. ഇന്ന് എനിക്ക് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കണം. ഇപ്പോൾ സമയം ഒരു 2 മണി ആയിക്കണം ക്ലിയർ. ഇപ്പോൾ എപ്പോൾ എണീക്കുന്നോ അറിയില്ല, എപ്പോൾ എണീക്കാന്ന്. ഒരു വൈകുന്നേരം 5 മണിക്ക് എണീറ്റുണ്ട്. കണ്ണ ചോന്ന്. അമ്മ ഇനി എത്രയാമ്മ? പല്ലിക്കാർ വന്നിരുന്നോ? ഇതിലേക്ക് കുരു കളഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തുള്ള മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഉപ്പിടുക, മുളക് പൊടി ഇടുക, കുറച്ച് വിനാഗിരി ഒഴിക്കുക. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സ് ജോസഫ് സ്ക്വയർ ആണ് കൊട്ടാരത്തിനടുത്ത് സന്ദർശിക്കേണ്ട മറ്റൊരു. എൻ്റെ അടുത്ത് 5-ൻ്റെ പൈസയില്ല. ഞങ്ങൾ നെല്ലിക്ക് ഉപ്പുമുളക് കിട്ടുന്ന കൊടുക്കുമ്പോൾ കടയ്ക്ക് പോകാൻ വേണ്ടി അമ്മേൻ്റെ ഒപ്പം ഞാനും അമ്മയും അക്കരെ കടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്ത് മേടിക്കാനാ? പൈസ ഇട്ട് കൊടുക്കാനാ? കടയിൽ പോയിട്ട് വരാം. നടക്ക്. നീ കേട്ടില്ലേ? കേട്ടി. അതിലൊക്കെ അടിപൊളി. അടിപൊളിയൊന്നുമല്ല, അടിപൊളിയൊന്നുമല്ല, എപ്പോഴും ടൈം ഇങ്ങനെ തന്നെ. ലൈറ്റ് ആകാശം നോക്ക്, ഫുള്ള് ഇരുട്ടായി. നമ്മള് വന്നപ്പോ ഇത്ര ഇരുട്ടുണ്ടായിട്ടില്ലല്ലോ. ആ എള്ളുണ്ട വാങ്ങിട്ട് വാ. അമ്മ ഞാൻ പോണോ? അമ്മ കിണി വിടും. എള്ളുണ്ട വാങ്ങിട്ട് വാ. അമ്മ കിങ്ങി വിടുന്ന. ഇല്ല അമ്മ കിണി ഇവിടുന്ന് ഓടിയാ മതി. ഞാൻ പോലും എന്നാൽ ഞാൻ മുത്താൻ്റെ അടുത്ത് എന്തെങ്കിലും മേടിച്ചു. അവ തിരിച്ചങ്ങോട്ട് നടക്കണ്ടമ്മ. ആ കിങ്ങി അടുത്തല്ലേ? ഇല്ല നടക്ക്, അവിടെ വട്ടം കറങ്ങി നടക്കാതെ. ഇതെന്തത്? അപ്പൊ ഇതല്ലേ ഒന്നെടുക്ക്. എന്തോ ഉണ്ടയാണ്, ഉണ്ട പോലെ കേട്ടപ്പോ ഞാൻ മേടിച്ച്. അവക്ക് വേണ്ടാന്ന്, അവക്ക് വേണ്ടാന്ന്. അമ്മ പൂച്ചെടി ഉമ്മ വെച്ചിതാക്കണമ്മ. ഞാൻ കണ്ടല്ലോ. ഇന്ന് സീരിയലാന്നായിരുന്നു, പറ്റോ? ഇന്ന് സീരിയലായിരുന്നു. ഇനി അവരെ സീരിയൽ കാണാൻ പോവാണ് ഗൈസ്. ആകെ പെട്ടെടുക്കാണ് ഗൈസ്. ഞാൻ നെല്ലിക്ക തിന്നുകൊണ്ട് ഞാൻ സീരിയൽ കണ്ടോട്ടെ. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നാളെ ഞാൻ സീരിയലിനെ പറ്റി എനിക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളോ ഇഷ്ടപ്പെടാത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നില്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.